എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇടുന്നത് ഇതിൻ്റെ തമിഴിൽ കാണുമ്പോഴേ ഇതിലാദ്യം എന്താ കമൻറ്റ് ചെയ്യാൻ പറയും, ഇത് ഇതുവരെ നിർത്താറായിട്ടില്ല എന്ന് ചോദിക്കും. പക്ഷേ നിർത്താറായിട്ടില്ല, ഇനി ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചായിരുന്നു കേട്ടോ. പക്ഷേ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് വന്നേച്ച് ഒന്നും കൂടെ പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേരുടെ സംശയങ്ങളുണ്ട്. അതെല്ലാം കൂടി ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നു. നിങ്ങളാരും ഇഷ്ടമില്ലാത്തവർ ഓക്കെ പൊക്കോ, ബാക്കി സംശയമുള്ളവർക്ക് വേണ്ടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് പറഞ്ഞങ്ങ് പോയേക്കാം, ഒത്തിരി നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പം ആദ്യം തന്നെ പറയാനുള്ള 12 എന്നുള്ളതിൻ്റെ കാര്യമാണ്. അതിൻ്റെ ഞാൻ ഒരുപാട് വിശദമായിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ നിങ്ങൾ വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്തിരുന്ന് കാണുക. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സംശയങ്ങളായിട്ട് പിന്നെയും ചോദിച്ചു വരുന്നത്. നിങ്ങൾ സംശയം ചോദിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ചിലത് ഒത്തിരി നമ്മൾ വിശദീകരിച്ച് പറയേണ്ടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ അതിൽ എഴുതി വരുന്ന സമയം ഒത്തിരി ഇതായി പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൂടി ഇട്ടത് കേട്ടോ. ആരോടും എനിക്ക് പിണക്കമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനിയും ചോദിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞേക്കാം, 12 എന്നുള്ളൊരു സംഖ്യ ഒരു ഏഞ്ചൽ നമ്പറാണ്. അത് മന്ത്രോ ക്ഷുദ്രോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ വിശ്വാസത്തോടെ എഴുതിയാലും 100% ഉറപ്പാണ് അതിൻ്റെ കാര്യം സാധിക്കുന്നുള്ളത്. അത് നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം, ഒത്തിരി പേർക്ക് കാര്യങ്ങൾ സാധിച്ചേക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇന്ന് 12 എന്നുള്ള ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു നോയമ്പോ യാതൊന്നും ഇല്ലാത്തതാണ്. നമുക്ക് നോയമ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് കയ്യിൽ എഴുതാവുന്നതാണ്. ഏത് സമയം എന്ന് പറഞ്ഞാൽ അതിനൊരു സമയമുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 7 മണിക്ക് ഉള്ളിൽ വേണം ഇത് എഴുതാനായിട്ട്. അരമണിക്കൂറാണ് നമ്മുടെ കയ്യിൽ ഇത് ഇരിക്കേണ്ടത്. അരമണിക്കൂർ നമ്മുടെ കയ്യിൽ ഇരുന്നതിന് ശേഷം നമ്മൾ തന്നെ മാഞ്ഞു പോകുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അരമണിക്കൂർ വരെ നമ്മളത് മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക. പിന്നെ ഇത് നമ്മൾ കയ്യിൽ എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്നതാണോ നമുക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ അതൊരു 5 സെക്കൻഡ് നമ്മുടെ കയ്യെ നോക്കി നമ്മളൊന്ന് മനസ്സിൽ സ്വസ്ഥമായിട്ട് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിച്ച് നമ്മളൊരു നിമിഷം പ്രാർത്ഥിക്കുക. പിന്നെ അത് എഴുതേണ്ട കൈയാണെന്ന് വെച്ചാൽ ഇടത്തെ കൈയാണ്. ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ കൈ കാണിച്ചപ്പം പറഞ്ഞു വലത്തെ കൈയിലാണ്. ഇത് ഫ്രണ്ട് ക്യാമറയുടെ ഒരു പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് ഇടത്തെ കൈ ഇതാണ്. ഈ കൈയിലാണ് എഴുന്നേറ്റ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് വലത്തെ കൈയാണ്. വീണ്ടും ഞാൻ വിശദമായിട്ട് പറയണം കേട്ടോ. നമ്മുടെ ഇടത്തെ കൈയിൽ മോതിര വിരലിലാണ് എഴുതേണ്ടത്. ഇത് ലക്ഷ്മി കടാക്ഷമുള്ള വിരലാണ് നമ്മുടേത്. അതുകൊണ്ടാണ് നമ്മുടെ മോതിര വിരലിൽ എഴുതാൻ പറയുന്നത്. അപ്പം നമ്മൾ ഈ 12 എന്ന് എഴുതുമ്പോൾ ഒന്നെങ്കിൽ നീലമഷി ഇല്ലെങ്കിൽ പച്ചമഷി, ഇതിലേതെങ്കിലും ഒന്നേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. വേറൊരു മഷി നമ്മൾ ഉപയോഗിക്കരുത്. എഴുതുമ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യമായിട്ട് എഴുതാൻ നോക്കുക. ഒന്നിൻ്റെ പുറത്തൂടെ പിന്നെയും വരച്ചു കഴിഞ്ഞാൽ അത് 2 എഴുത്തായി തീരും. അപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സംശയം, നമ്മൾ കൈഡിവിടെ അങ്ങനെ ഒരു പേനോട്ട് നമ്മളൊന്ന് വരച്ച് നോക്കിയിട്ട് മഷി ഒന്ന് ഓക്കെ ആക്കിയതിന് ശേഷം നമ്മൾ എഴുതുക. പിന്നെ ഇത് എഴുതുന്നതിന് ഒരു കൃത്യ സമയമില്ല. ഇന്നിപ്പോൾ നിങ്ങൾ 7 മണിക്ക് ചെയ്താൽ നാളെ നിങ്ങൾ 7 മണിക്ക് ചെയ്യണമെന്നില്ല. നാളെയും ഈ 6 മണിക്കും ഈ 7 മണിക്കും ഇടയ്ക്ക് എപ്പോൾ വേണേലും എല്ലാ ദിവസവും ഒരേ സമയത്ത് ചെയ്യണമെന്ന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ മറന്നു പോകാതിരിക്കുക എഴുതുന്ന കാര്യങ്ങൾ. എഴുതുന്ന കാര്യം എന്ന് വെച്ചാൽ ദിവസം എഴുതുന്ന കാര്യം 21 ദിവസമാണ് നമ്മളിത് എഴുതാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കോൾ വന്നിട്ട് അത് കട്ട് വന്നേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുതാം. ഈ 6 മണി മുതൽ വൈകിട്ട് 7 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ എഴുതാൻ തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എഴുതാം. ആദ്യം എഴുതിയ ദിവസം തന്നെ പിറ്റേ ദിവസം എഴുതണമെന്നില്ല. പിന്നെ എഴുതുന്ന കാര്യങ്ങൾ ദിവസവും എഴുതുക. 21 ദിവസമാണ് നമുക്കിത് എഴുതേണ്ടത്. ഈ 21 ദിവസം നിങ്ങൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചിരിക്കണം. നിങ്ങളിപ്പോൾ 3, 4, 5 ദിവസം ആകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് വേണ്ടാന്ന് വെക്കരുത്. അത് നിങ്ങൾ വലിയ മൈൻഡ് കൊടുക്കാതിരിക്കരുത്. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് എഴുതി തീർത്തേ പറ്റൂ കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും ചോദിക്കാറുണ്ട് കാര്യം സാധിച്ചു കഴിഞ്ഞ് പിന്നെ എന്നാന്ന് പറഞ്ഞ് എഴുതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് കാര്യം സാധിച്ചാൽ അതിന് നന്ദി പറഞ്ഞ് നമുക്ക് എഴുതാമല്ലോ. അങ്ങനെ അങ്ങ് എഴുതുക. നമുക്കൊരു കാര്യം സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന് നന്ദിയല്ലേ നമ്മൾ പറയുന്നത്, അങ്ങനെ ചെയ്യുക. പിന്നെ ചോദിച്ചു മക്കൾക്ക് വേണ്ടി അമ്മമാർക്ക് ചെയ്യുമോ? ഉറപ്പായിട്ടും ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് തന്നെ ചെയ്യാം. ഭർത്താവിന് വേണ്ടി ചെയ്തെല്ലാം ഒരു കുടുംബമാണ്, ഒന്നിച്ചുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മക്കൾക്കോ ഭർത്താവിന് വേണ്ടി ചെയ്ത് ഉറപ്പായിട്ട് അത് സാധിച്ചിരിക്കും. പിന്നെ ഉള്ള കാര്യം ചോദിച്ചത്, ഇത് ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ ചെയ്ത കാര്യം എന്നാന്ന് പറയുന്നില്ല. നമ്മളിത് കയ്യിൽ എഴുതുമ്പം ആരോടും പറഞ്ഞ് നടക്കാതിരിക്കുക. ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് എഴുതുന്നതെന്ന് പറയുക. ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ ചോദിച്ചാൽ പറഞ്ഞാൽ മതി, ഇതൊരു ഏഞ്ചൽ നമ്പറാണ്, എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇത് എഴുതിയാൽ ഇങ്ങനെ ഗുണമുണ്ട്, അത് എന്നോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിന് ഇന്നടത്ത് പോകുന്നു, അത് ഇതൊന്നും പറയാൻ നിൽക്കേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ചോദിച്ചേക്കുന്ന കാര്യം, ഇത് നമ്മൾ എഴുതി തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ഒന്നേം തുടങ്ങണം. ഒരു ദിവസം എഴുതാതെ പോയാൽ ഒന്നേം തുടങ്ങണം. തീർച്ചയായിട്ടും ഒന്നേന്ന് തുടങ്ങണം. പിന്നെ നമ്മൾ ഒന്നേന്നാണ് തുടങ്ങേണ്ടത്. അല്ലാതെ നമ്മൾ അത് നിർത്തിച്ച് ഒരു ദിവസം പോയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ബാക്കിയായിട്ടല്ല എഴുതുന്നത്. വീണ്ടും നമ്മൾ ഒന്നേന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ എനിക്കിത് ഒരുപാട് തടസ്സങ്ങളായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. അതിൽ നിന്നെല്ലാം നമ്മൾ സ്വയം അതിൽ നിന്ന് മാറി വരണം, എന്നാലേ നമുക്കത് ശരിയാകത്തുള്ളൂ. പിന്നെ പറഞ്ഞായിരുന്നു ചോദിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ
ഇത് എഴുതി നമ്മളിപ്പം 21 ദിവസം കഴിഞ്ഞ് ഒരു നമ്പർ എഴുതി ഒരുപാട് കാര്യത്തിന് വേണ്ടി പറയാമെന്ന് വെച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അത് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിന് വേണ്ടി ശ്രമിക്കുക. അപ്പം അടുത്തതിന് വേണ്ടി ശ്രമിക്കുമ്പം ഈ 21 ദിവസം എഴുതിയതിന് ശേഷം പിന്നെ ഒരു 7 ദിവസമെങ്കിലും അതിന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നിങ്ങൾ അടുത്തത് എഴുതി തുടങ്ങാനായിട്ട്. ഇത്രയൊക്കെയാണ് ഈ 12 എന്നുള്ള സംഖ്യയുടെ കാര്യങ്ങൾ. ഇനി എനിക്കൊന്നും പറയാനില്ലെന്ന് തോന്നുന്നുണ്ട്. ചോദിച്ചതിനൊക്കെ ഏകദേശം റിപ്ലൈ ഒക്കെ തന്നു കഴിഞ്ഞു. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 6-9 എന്നുള്ളത് ചോദിച്ചായിരുന്നു. ഈ 6-9 എന്നുള്ളത് നമുക്ക് ഈ 12 എഴുതുന്ന പോലെ ഒരു സമയമില്ല. നമുക്ക് രാത്രിയിലോ പകലോ എപ്പോൾ വേണേലും നമ്മുടെ ആവശ്യം എപ്പോഴോ അന്നേരം നമ്മൾ പോയി നമുക്ക് ആ കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ 6-9 എന്നുള്ളത് അതും നമ്മുടെ ഇടത്തെ കയ്യിലെ മോതിരവിരലിലാണ് ഇത് എഴുതുന്നത്. ഇതിനൊരു പ്രത്യേകിച്ച് സമയമില്ല കേട്ടോ. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പോകുമ്പോൾ അതിന് പോകുന്നതിന് 5 മിനിറ്റ് മുമ്പ് എഴുതിയേച്ച് നമ്മൾ പോയി കാര്യം സാധിച്ചതിന് ശേഷം അന്നേരം തന്നെ ഇത് മായ്ച്ച് കളയണമെന്നുണ്ട്. നമ്മുടെ 12 പോലെ എപ്പോഴേലും മാഞ്ഞു പോട്ടെ എന്നാലും അന്നേരം തന്നെ ഇത് മായ്ച്ച് കളയണമെന്നുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നെ 6-9 ഈ 12 കൂടെ ഒന്നിച്ചെഴുതാവോ എന്ന് ചോദിച്ചവരുണ്ട്. ഒരേ സമയം എഴുതരുത്. നിങ്ങൾ ഒന്നെങ്കിൽ 6-9 നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ എഴുതിക്കൊണ്ട് പോവുക. പോയിട്ട് വന്നതിന് ശേഷം നിങ്ങളത് മായ്ച്ച് കളഞ്ഞതിന് ശേഷം 12 എഴുതുക. ഒന്നിന് പുറത്തോട്ടായിട്ട് നിങ്ങളത് എഴുതി വെക്കരുത്. അങ്ങനെ ചെയ്യരുത്. ഇത് രണ്ടും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെച്ചാൽ 6-12 നമ്മൾ വേറെ കാര്യത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. 12 നമ്മൾ വേറെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നു, 6-9 നമ്മൾ വേറെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 2 കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നില്ല, അങ്ങനെ ചെയ്യാം. പിന്നെ ചോദിച്ചേക്കുന്നത്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, നമ്മുടെ വീടിന് വേണ്ടിയൊക്കെ ഓരോരുത്തർക്ക് ദോഷങ്ങൾ ചെയ്യുന്നതിന് അതിനെന്താണ് ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ചാൽ ഇട്ടതിനകത്ത് ഞാൻ പറയുന്നു, ആ ഒരു വെള്ളം കൊണ്ട് കളയുന്ന കാര്യം പറഞ്ഞായിരുന്നു. ആ വെള്ളം കളയുന്ന കാര്യം പറഞ്ഞപ്പോൾ മരവില്ല, എന്താ വെച്ചാൽ നമ്മുടെ സിങ്കിലാണെങ്കിലും ഒഴിച്ച് കളഞ്ഞാൽ മതി, കുഴപ്പമില്ല. ചവിട്ടാത്തടത്ത് ഒഴിക്കണമെന്നേ ഉള്ളൂ. ചവിട്ടാത്തടത്ത് എവിടെയെങ്കിലും ഒഴിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ സിങ്കിൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിക്കകത്തോട്ട് ഒഴിച്ചാലും മതി. കാര്യം ചെടിയൊക്കെ വെച്ചാൽ നല്ല ചെടി ചിലപ്പോൾ ഉപ്പ് ഒരുപാട് ചെന്ന് ചെടിയൊക്കെ കരിഞ്ഞു പോകും. അങ്ങനൊന്നും ചെയ്തേക്കല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൻ്റെ ചുവട്ടിലോട്ട് മാറ്റി ഒഴിച്ചേക്കുക. നമ്മൾ ചവിട്ടാത്തടത്ത് ഒഴിക്കുക, അങ്ങനെയുള്ളൂ. ചില ചെടികൾക്കൊന്നും ഉപ്പിൻ്റെ അംശം പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ചോദിച്ചത്, ഞാൻ ഇതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ വരാഹിദേവിയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ രാത്രിയിൽ നമ്മളൊരു കാര്യം കയ്യിൽ എഴുതുന്നത് 21 ദിവസത്തേക്ക് എഴുതുന്നത്. അതിനകത്തും ചോദിച്ചായിരുന്നു ഏത് കയ്യലത്. അതും നമ്മുടെ വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ നമ്മുടെ കൈയുടെ വെള്ളയുടെ ഇവിടാണ് എഴുതുന്നത്. ഇടത്തെ കയ്യല്ല കേട്ടോ, ഇടത്തെ കൈ. ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി, വീണ്ടും ഞാൻ എടുത്ത് പറയണേ. ഇടത്തെ കൈയുടെ ഇവിടെയാണ്. ഇത് നമ്മുടെ ശുക്രമണ്ഡലം എന്നൊക്കെ പറയും. അവിടാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ നമ്മൾ എടുക്കുന്നത്. അത് നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാട് നീട്ടി വലിച്ചെഴുതാൻ നിൽക്കരുത്. ആവശ്യങ്ങൾ മാത്രം എഴുതുക. ഇപ്പം നമ്മൾ പരീക്ഷയ്ക്ക് ജയിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കണം, കല്യാണമാണെങ്കിൽ കല്യാണം നടക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. കടബാധ്യത മാറണം, അങ്ങനെ മാത്രം നമ്മൾ എഴുതുക. അങ്ങനെ മാത്രം എഴുതുക. എഴുതി നമ്മൾ 21 ദിവസം അത് നമുക്ക് എപ്പോൾ സാധിക്കുന്നു, നമ്മുടെ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു, അതിനുള്ള വഴി നമുക്ക് തെളിഞ്ഞു വന്നു, അത് നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യാം. 21 ദിവസം നിങ്ങൾ എഴുതേണ്ടത് അത് അത്ര മാത്രമേ ഉള്ളൂ. അത്രയും ദിവസം പിന്നെ നമ്മൾ ദേവിയോട് നന്ദി പറയുക. വരാഹി ദേവിയോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പാണ് നമ്മുടെ എല്ലാ കഷ്ടതയും മാറി കിട്ടും. അത് 100% ഉറപ്പുള്ള കാരണം. അതറിയാവുന്നവർക്കറിയാം. അതിൻ്റെ അമ്പലങ്ങളൊക്കെ എനിക്ക് അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അവിടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. അത് നമ്മുടെ വിഷമങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ അതുപോലെ സങ്കടപ്പെട്ട് നമ്മൾ വിളിച്ചാണ്ടല്ലോ, നമ്മുടെ വെളിപ്പുറത്തുണ്ട്. അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക. ബാക്കി ഇത്രയും 2 കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അതിനകത്ത് സംശയങ്ങളായിട്ട് ആൾക്കാർക്ക് വന്നത്. ഇതിനകത്തെല്ലാം പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു നോയമ്പും ഇല്ല കേട്ടോ. നമുക്ക് യാതൊരു നോയമ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും ഇതിന് യാതൊരു നോയമ്പും ഇല്ലാത്ത വിശ്വാസം മാത്രം മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ഇടയ്ക്കൊന്ന് പറയാൻ വിട്ടുപോയ കാര്യമാണ്. അതും കൂടെ ഒന്ന് പറഞ്ഞേക്കുന്നതിൻ്റെ കൂടെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്നലത്തെ വീഡിയോയുടെ കാര്യങ്ങളും പറഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാണ്, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഞാൻ വന്നേക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പേര് ആരും പറയില്ല കേട്ടോ. വീണ്ടും വന്നേക്കുന്നു ഇതാന്ന് പറയില്ല. പിന്നെ ഒത്തിരി പേര് കിടന്ന് പറയുന്നുണ്ട് വീവ് കിട്ടാനാന്ന് പറയുന്നുണ്ട്. ഇത് പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, ഞാനിത് ഇപ്പം ഈ ചെയ്തേക്കുന്നത് എന്നോട് സംശയങ്ങൾ ചോദിച്ചതിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മളൊരു ജോലി ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടണ്ടേ, അതാണ് ആ വീവ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. അതിൽ വേറെ നെഗറ്റീവായിട്ട് ആരും ചിന്തിക്കാൻ നിൽക്കേണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം.